ഹലോ. പഴയ മുത്തശ്ശി കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ വൻ മരങ്ങൾ കാവൽ നിൽക്കുന്ന കാടിനുള്ളിലെ പുരാതനമായ ഒരു വനദുർഗ ക്ഷേത്രത്തിലേക്ക് പോയാലോ? നൂറ്റാണ്ടുകളായി ആഴ്ന്നിറങ്ങിയ വേരുകളുള്ള ദേവഗണങ്ങളായ വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടൊരു കാവ്. പെരുമ്പാവൂരിൽ നിന്നും 2.5 കിലോമീറ്റർ കോതമംഗലം റൂട്ടിലാണ് ഞങ്ങളുടെ നാടിന് കാവലായ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന പുണ്യഭൂമിയായ ഇരിങ്ങാൽ കാവ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഓഡിയോ ഓൺ വോയിസ് വീഡിയോയാണിത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കണേ. നമുക്കിനി വീഡിയോയിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നാണ് ഇരിങ്ങാൽ കാവ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരശുരാമൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. കാവിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 2000 വർഷത്തിന് മേൽ പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെത്തി, തുളസി, താമര പുഷ്പങ്ങളല്ലാതെ മറ്റു പുഷ്പങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിൽ കയറ്റാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവത്തിന് പിടിയാനയെ മാത്രമേ എഴുന്നള്ളിക്കുകയുള്ളൂ. നിരവധി ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന മണ്ണാണ് ഇരിങ്ങാലിൻ്റേത്. ഏകദേശം 50 ഏക്കറോളം വിസ്തൃതിയിൽ വരുന്ന കാവിൽ 156-ൽ പരം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നിവിടെ പൂരത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. മാർച്ച് 31-ാം തീയതിയാണ് പൂരം. ഒരുപാട് വർഷം പഴക്കമുള്ള ഇവിടുത്തെ വൃക്ഷങ്ങളെല്ലാം ദേവഗണങ്ങളായ വൃക്ഷങ്ങളായതുകൊണ്ടും ദേവിക്കുള്ള കാവലാളായതുകൊണ്ടും മരങ്ങൾ മുറിക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്യുന്നില്ല. ആയുസ് കഴിഞ്ഞാൽ മരങ്ങൾക്ക് സ്വാഭാവികമായ മരണം സംഭവിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരും. ഇരിങ്ങാൽ കാവിനെ പറ്റിയും കാവിൻ്റെ അടുത്തുള്ള നാഗഞ്ചേരി മനയെ പറ്റിയുള്ള ഒരുപാട് കഥകൾ എൻ്റെ അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ടോ ഇരിങ്ങാൽ കാവില്? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യൂ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഗായ്സ്, എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വേറെ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.